തിരുവനന്തപുരം മുതലപ്പുഴി മണ്ണ് നീക്കൽ തടസ്സപ്പെട്ടതിൽ നടത്തിയ CITU മാർച്ചിൽ ഫിഷറീസ് മന്ത്രി സജി ചെറിയാനെതിരെയും പ്രതിഷേധമുണ്ട്. സജി ചെറിയാൻ രാജിവെക്കണമെന്ന മുദ്രാവാക്യം വിളിച്ചാണ് മാർച്ച്. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട്. അഖിൽ, ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്വാഗതം ചെയ്യുന്നു. CITUവിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള സഖാവ് സുഭാഷ് ഉടൻ എത്തിച്ചേരും. അദ്ദേഹത്തെ യോഗത്തിലോട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം മുതലപ്പുഴി മണ്ണ് നീക്കൽ തടസ്സപ്പെട്ടതിൽ നടത്തിയ CITU മാർച്ചിൽ ഫിഷറീസ് മന്ത്രി സജി ചെറിയാനെതിരെയും പ്രതിഷേധമുണ്ട്. സജി ചെറിയാൻ രാജിവെക്കണമെന്ന മുദ്രാവാക്യം വിളിച്ചാണ് മാർച്ച്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇക്ബാൽ, പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള സഖാവ് മുസ്തഫ, മുഴുവൻ തൊഴിലാളി സഖാക്കളെയും വാർഡ് മെമ്പർ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഈ സമര പരിപാടിയിലോട്ട് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ ഈ പ്രതിഷേധത്തെ അഭിസംബോധന സംസാരിക്കാൻ വേണ്ടി സഖാവ് അഞ്ചിമ സുരേന്ദ്രനെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള റോഡ് വർക്കേഴ്സ് യൂണിയൻ്റെ നേതാവായിട്ടുള്ള സഹകരണ ദീപ്, അതുപോലെ തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ CITUവിൻ്റെ നേതാക്കന്മാർ, ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അല്പനേരത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന രാമു, അതുപോലെ തന്നെ സുഭാഷ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേരും. പ്രിയമുള്ളവരെ, ഇത് മത്സ്യത്തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന വിഷയം കുത്തിപ്പിടിച്ചുകൊണ്ടല്ല നമ്മളൊരു സമരം നടത്തുന്നത്. പണ്ട് മുതലേ ഈ മുതലപ്പുഴി മൂടിക്കഴിഞ്ഞാൽ അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഖിൽ, ഇടത് അനുകൂല സംഘടനയായ CITUവിന്റെ ഭാഗത്തു നിന്ന് പോലും മന്ത്രി സജി ചെറിയാനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? ദേവിക, മുതലപ്പുഴയിലെ ഹെർജിങ് അത് വേഗത്തിലാക്കുക എന്നുള്ളത് മത്സ്യത്തൊഴിലാളികളുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്നു. കാരണം ഇവിടുന്ന് മത്സ്യബന്ധനത്തിലേക്കായി മത്സ്യത്തൊഴിലാളികൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മുതലപ്പുഴി ഭാഗത്ത് ഉയരുന്നത്. അതിന്റെ ാണ് ഇന്ന് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മാർച്ച് ഈ എഞ്ചിനീയറുടെ, അതായത് ഹാർബർ എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് നടത്തിയത്. ആദ്യം INTUCയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. രണ്ടാമതിപ്പോൾ ഭരണാനുകൂല സംഘടനയായ, അതായത് CPMന്റെ തന്നെ തൊഴിലാളി സംഘടനയായ CITUവിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കാര്യാലയത്തിലേക്ക്, ഹാർബർ എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് മാർച്ചുമായി എത്തിയത്. ഈ മാർച്ചിൽ എത്തുന്ന സമയത്താണ് CITU തൊഴിലാളികൾ വകുപ്പ് മന്ത്രി, അതായത് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ വകുപ്പ് മന്ത്രി സജി ചെറിയാനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മന്ത്രി രാജിവെക്കണം, മന്ത്രിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണത്തിൽ ഇരിക്കുന്നത് എന്ന തരത്തിലായിരുന്നു ഈ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിക്കുന്നത്. അതിൽ വലിയ രീതിയിൽ മന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മാർച്ച് പോലീസ് ഈ കാര്യാലയത്തിന് മുമ്പിൽ തടഞ്ഞിരിക്കുകയാണ്. ഇവിടെ പ്രവർത്തകർ പ്രസംഗിക്കുകയാണ്, നേതാക്കൾ എത്തുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തും എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക, എന്തായാലും മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം ഉയർത്തിക്കാട്ടി സമരം ശക്തമാക്കാനാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും സംയുക്ത സമരസമിതിയും അതുപോലെ തന്നെ ട്രേഡ് യൂണിയനുകളും എല്ലാം തന്നെ തീരുമാനം നിലവിൽ എടുത്തിരിക്കുന്നത്. ദേവിക, ശരി.